ഹലോ ആ ഹലോ ആ ഹലോ ആ നമസ്കാരം സാർ, എൻ്റെ പേര് ആതിര എന്നാണ്. കേരള മാട്രിമോണി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാണ്. ആ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു സാർ. ഹരികൃഷ്ണൻ സാറിൻ്റെ പ്രൊഫൈലിലെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ സൈറ്റിലെ. ആ അപ്പം അതിൻ്റെ വാലിഡിറ്റി ഡേറ്റ് നമ്മൾക്ക് തീരാനായിട്ട് കുറച്ച് ദിവസം കൂടി ഉള്ളൂ സൈറ്റിലെ. ആ ഇപ്പം അത് നോക്കിയിട്ട് എങ്ങനെയാണ് റെസ്പോൺസ്? പ്രൊഫൈലൊക്കെ കിട്ടുന്നുണ്ടോ പ്രോപ്പറായിട്ട്? കിട്ടുന്നുണ്ട്, പക്ഷെ അത് അവർക്കൊക്കെ സർക്കാർ ജോലിക്കാർ മതിയെന്ന്. ഓക്കെ. അങ്ങനെയല്ലാത്ത പ്രൊഫൈൽസുകളും നമ്മൾക്ക് സൈറ്റിലുണ്ടല്ലോ. ഇല്ല, അതും വിളിക്കുമ്പോഴേ ഇത് തന്നെ അവസ്ഥ. ആർക്കും താല്പര്യമില്ല. ചിലർ ജാതം ചേരില്ല, പിന്നെ സർക്കാർ ജോലി വേണം, അത് വേണം, ഇത് വേണം. ഓക്കെ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നോക്കും. ഹലോ അമ്പാടി, ഒന്നും ശരിയായില്ല അല്ലേ? പ്രതീക്ഷ കൈവിടരുത്, എന്തായാലും ശരിയാകും. ഹലോ ആ നമസ്കാരം, എൻ്റെ പേര് ആതിര എന്നാണ്. കേരള മാട്രിമോണി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാണ്. ആ ഹരികൃഷ്ണൻ സാറിൻ്റെ കോൺടാക്ട് നമ്പർ അല്ലേ? ആ അതെ. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാർ. ഞാൻ കേരള മാട്രിമോണി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാണ്. ആ ഓക്കെ. നമ്മൾക്ക് പ്രൊഫൈൽ ആണെങ്കിലും ഉണ്ടല്ലോ സാർ. ഇപ്പോൾ ഞാനൊന്ന് സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട്. ആ അതിൻ്റെ നമ്മൾക്ക് വാലിഡിറ്റി ഡേയ്സ് തീരാനേ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ സൈറ്റിലെ. ആ അതെ. ഇപ്പൊ ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടേ നോക്കുന്നുള്ളൂ, ഒരു 6 മാസം കഴിഞ്ഞ്. ആണോ? അതെന്ത് പറ്റി സാർ അത്ര ഡിലേ ആവാനായിട്ട്? അല്ല, അത് പൈസ കിട്ടാൻ ലോണൊക്കെ അടയ്ക്കാണ്ട്, ഹൗസ് ലോണൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കാശില്ല. ഓ ശരി. ഓക്കെ. നമുക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ രജിസ്ട്രേഷൻസ് എല്ലാം ടൈം ആയിരുന്നു സാർ. അതാണ് ഇപ്പൊ നമ്മൾ ഇല്ല, കിട്ടുന്നൊക്കെ ലോൺ അടയ്ക്കുകയാണ്. ശരി ശരി, താങ്ക് യു. താങ്ക് യു. ഹലോ നമസ്കാരം, ആതിരയാണ്. കേരള മാട്രിമോണി ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാണ്. ആ പറയണോ? ഹരികൃഷ്ണൻ സാറല്ലേ സംസാരിക്കുന്നേ? ആ അതെ. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. നമുക്കത് പ്രൊഫൈലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ സാർ. നാളെ തീരാണ് നമുക്കത് പേയ്മെന്റ് ചെയ്തതിന്റെ വാലിഡിറ്റി. ആ അല്ല, ഇപ്പൊ തൽക്കാലം ചാർജ് ചെയ്യുന്നില്ല, അതിനുള്ള വരുമാനം ഇല്ല. ആണോ? ലോണൊക്കെ അടയ്ക്കുള്ളതുകൊണ്ട് ഇപ്പൊ പറ്റൂല. ആണെങ്കിലും ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സൈറ്റിലെ. ആ അതിൽ നമ്മൾക്ക് മാർച്ച് 26-ാം തീയതി കൊണ്ട് തീർന്നിരിക്കുകയാണ് സൈറ്റിൽ പേയ്മെന്റ് ചെയ്തതിന്റെ വാലിഡിറ്റി. ആ അപ്പൊ അതെങ്ങനെയാണ്? നമ്മൾക്ക് 3 മാസത്തേക്കും 6 മാസത്തേക്കും നമ്മൾക്ക് ഓഫർ വരുന്നുണ്ട് സൈറ്റിലെ. ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം ലോണൊക്കെ അടയ്ക്കുള്ളതുകൊണ്ടേ പൈസ ഇല്ല. പിന്നെ എപ്പോഴത്തേക്കാ സാർ നോക്കുന്നേ? അല്ല, അതിപ്പോ ഇപ്പൊ ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ സാർ. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ റെസ്പോൺസ് ഒക്കെ ടൈമിംഗ് ആയിരുന്നു. ഇപ്പോൾ സാർ 31 വയസ്സിന്റെ കല്യാണം. അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് തരുമോ? ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ സാർ നമുക്ക്. അപ്പൊ പിന്നെ പൈസ വേണ്ടേ? ഇല്ലിപ്പോ കിട്ടുന്നൊക്കെ ലോൺ അടയ്ക്കാണ്, ഇപ്പൊ അതുകൊണ്ട് പറ്റൂല. പിന്നെ മാത്രമല്ല, ഇതിൽ കണ്ട് വിളിക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ സർക്കാർ ജോലിക്കാർ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം അല്ല, അങ്ങനെ അല്ലാത്ത പ്രൊഫൈലും ഉണ്ടല്ലോ ഇല്ല, സൈറ്റിൽ. അങ്ങനത്തെ ഇല്ല. എല്ലാം കാണുമ്പോൾ വിളിക്കുമ്പോൾ അവർക്ക് പ്രായം കൂടി പോയി സർക്കാർ ഉദ്യോഗസ്ഥർ മതി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. ശരി. ഹരീഷൻ സാറിന്റെ ഒരു പ്രൊഫൈൽ. ഹലോ ഹലോ നമസ്കാരം, കേരള മാട്രിമോണി ഓഫീസിൽ നിന്നാണ്. മോനിഷയാണ് സംസാരിക്കുന്നത്. പറയണോ? ഹരീഷൻ സാറിന്റെ ഒരു പ്രൊഫൈൽ ഇവിടെ തന്നിരുന്നില്ലേ മാരേജിന്റെ സൈറ്റില്? ആരെങ്കിലും കൺഫേം ആയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല, അയക്കുന്നേ ഇപ്പൊ നോക്കുന്നില്ല. ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ പ്രൊഫൈൽസ് ഉള്ളൊരു ടൈം ആയതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ ഇല്ല, പൈസ ഇല്ല. ഓക്കെ സാർ, ഏതായാലും പ്രൊഫൈൽ ചെക്ക് ചെയ്യൂ കേട്ടോ, കോൺടാക്ട് ചെയ്യും. ശരി ശരി. ഹലോ, ഹരികൃഷ്ണൻ സാറിന്റെ കോണ്ടാക്ട് നമ്പർ അല്ലേ ഇത്? അതെ. സാർ, ഇത് കേരള മാട്രിമോണിന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത്. ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ
സാർ ഇപ്പോൾ പ്രൊഫൈൽ തുടങ്ങിയിരുന്നല്ലോ. പ്രൊഫൈൽ കണ്ടിട്ട് 2 പേരോളം ഇൻട്രസ്റ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ സാറിൻ്റെ പാർട്ട്ണർ പ്രിഫറൻസ് അനുസരിച്ച് ഒരു 100 പ്രൊഫൈലോളം വെബ്സൈറ്റിൽ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് ഉള്ള സമയമാണ്. അതാ ഞാൻ വിളിച്ചറിയിച്ചത്. ഇപ്പം എങ്ങനെ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ? ഇപ്പൊ നോക്കുന്നില്ല, പരീക്ഷയൊക്കെ വരുന്നോണ്ടേ ഇപ്പൊ തൽക്കാലം ഇല്ല. പിന്നെ ലോണൊക്കെ അടയ്ക്കാണ്ട് പൈസ ഇല്ല. ആണല്ലേ? ഓക്കെ ഓക്കെ സാർ, പിന്നെ നോക്കുവാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓ ശരി. ശരി സാർ. എൻ്റെ പേര് മിന്നു, കേരള മാട്രിമോണി എന്നാണ് വിളിക്കുന്നത്. ഹരി സാറിൻ്റെ കോൺടാക്ട് നമ്പർ അല്ലേ? അതെ. വിവാഹം വല്ല ഉറപ്പിച്ച അതെ. 2 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. തൃശ്ശൂര്, ശ്രീലേഖാക്കം ബാംഗ്ലൂര്. അതുകൊണ്ട് ഓക്കെ, 2 ഇൻട്രസ്റ്റ് വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മീനം മേളം മാസം ഏറ്റവും കൂടുതൽ പ്രത്യേകം വന്നിരിക്കുന്ന ഒരു സമയമാണ്. സമയത്തിലേക്ക് നോക്കുവാണെങ്കിൽ തീർച്ചയായും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റും. നോക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല. ഇപ്പൊ ഒരു പരീക്ഷയൊക്കെ വരുന്നുണ്ട്, അതാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ ലോൺ അടയ്ക്കാണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല, കാശൊന്നുമില്ല. 0 ബാലൻസ് ആണ്. നല്ല റെസ്പോൺസുള്ള സമയം. വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആണ്, പക്ഷെ പൈസ വേണ്ടേ? അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരൂ. ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ? കാരണം പൈസ ഇല്ല. കാരണം ഇപ്പൊ അക്കൗണ്ടൊക്കെ 0 ബാലൻസ് ആണ്. ലോണൊക്കെ അടയ്ക്കാനുള്ളതുകൊണ്ടേ ഒന്നുമില്ല. ശരി. ഹലോ, ഹരികൃഷ്ണൻ MKയുടെ കോണ്ടാക്ട് നമ്പർ അല്ലേ? നമസ്കാരം, ശില്പയാണ്, കേരള മാട്രിമോണിന്ന്. ഒരു സെയിൽ അപ്ഡേഷന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ സാർ. അപ്പൊ അതെന്തായി? തീരുമാനം കൺഫേം ആയോ? അല്ല, ഇപ്പൊ താല്പര്യമില്ല. കാരണം ഇപ്പൊ ലോണൊക്കെ അടയ്ക്കാനുള്ളതുകൊണ്ടേ ഇപ്പൊ കയ്യിൽ 5 പൈസ ഇല്ല. ഫ്രീ ആയിട്ട് തരൂ. പ്രൊഫൈൽസ് വരുന്നോണ്ടാണ് ഇപ്പൊ ഇല്ല, പൈസ ഇല്ല. ബാങ്ക് ബാലൻസ് ഒക്കെ 0 ആണ്. ഫ്രീ ആയിട്ട് തരൂ. ഇല്ലല്ലോ, ഇപ്പൊ ഫ്രീ ആയിട്ടല്ലേ ഉപയോഗിച്ചോണ്ടിരിക്കണേ. ഇപ്പാണ് വിളിക്കാൻ നോക്കൂലല്ലോ. അതൊന്നും പറ്റൊന്നുമില്ല സാർ. അതൊക്കെ പേയ്മെന്റ് അടക്കണം. ഇപ്പൊ ഒന്നുമില്ല, ബാങ്കിൽ ബാലൻസ് ഒന്നുമില്ല, 0 ആണ്. ഇപ്പൊ ലോണൊക്കെ അടയ്ക്കാൻ വേണ്ടി എന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒന്നുമില്ല. ഹലോ, നമസ്കാരം. ഞാൻ കേരള മാട്രിമോണി നാട്ടു സാർ വിളിക്കുന്നത്. മാരേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നു ഇപ്പൊ വിളിക്കുന്നതേ. ഞാൻ വന്നേക്കുന്ന അപ്ഡേഷൻ. ഹലോ, ഹരികൃഷ്ണ സാറിന്റെ കോൺടാക്ട്. പരീക്ഷയൊക്കെ വരുന്നോണ്ട് പഠിക്കാറുണ്ട്. കൃഷ്ണൻ സാറിന്റെ കോൺടാക്ട് നമ്പർ അല്ലേ? അതെ. കേരള മാട്രിമോണിന്ന് സൗമ്യായിരുന്നു സാർ. പറയണം. പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ സാർ മാരേജിന് വേണ്ടിട്ടേ. നമസ്കാരം, ശില്പയാണ്.